ജൂലൈ മാസം PT എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട 3 അപ്ഡേറ്റുകളുണ്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റിപ്പീറ്റ് സെനൻസിൽ നിങ്ങളൊരു ബീപ്പ് സൗണ്ട് കേട്ടെന്നിരിക്കാം. ഈ ബീപ്പ് സൗണ്ട് നിങ്ങളെ ചിലപ്പോൾ ഡിസ്ട്രാക്ട് ചെയ്യാം. അതുകൊണ്ട് നിങ്ങളിത് പ്രത്യേകം ശ്രദ്ധിക്കുക. റിപ്പീറ്റ് സെനൻസിൽ നിങ്ങൾ ഉത്തരം പറയാൻ പോകുന്നതിന് മുമ്പേ ഒരു ശബ്ദത്തിൽ നിങ്ങളൊരു ബീപ്പ് സൗണ്ട് കേട്ടെന്നിരിക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫോൺ സൈസ് ആണ്. അതായത് റീഡിംഗ് പാസേജുകളുടെ ഫോൺ സൈസ് അവർ അല്പം കുറച്ചിട്ടുണ്ട്. ഉദാഹരണം ഇപ്പോൾ റീഡ് അലൗഡ് ആണെങ്കിൽ അല്ലെങ്കിൽ റീഡിംഗ് പാസേജുകളാണെങ്കിൽ എസ്പെഷ്യലി ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ്സിൻ്റെയൊക്കെ ഫോൺ സൈസ് അല്പം അവർ കുറച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓഡിയോ കേൾക്കുകയും അതിനോടൊപ്പം തന്നെ ഉത്തരം ക്ലിക്ക് ചെയ്യുകയും വേണം. അതുകൊണ്ട് തന്നെ അല്പം കൂടെ ജാഗ്രതയോടുകൂടെ അല്പം കൂടെ ശ്രദ്ധയോടുകൂടെ വേണം ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ്സൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ റെക്കോർഡിങ്ങിൻ്റെ ബാർ ഉണ്ടല്ലോ, അത് നേരെ സ്ട്രെയിറ്റ് ആയിട്ടായിരുന്നു. അത് ഒരു സർക്കുലർ ഫോമിൽ അല്പം സൈഡിലോട്ട് അവർ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്പീക്കൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളത് റെക്കോർഡിങ് ചെയ്യുന്ന കാര്യം ചിലപ്പം നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ ചിലപ്പോൾ നിങ്ങളുടെ കോൺസെൻട്രേഷനെ ഇത് ബാധിച്ചിരിക്കാം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ 3 അപ്ഡേറ്റുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. ഇതുപോലെ PT എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ റിക്വയർഡ് സ്കോർ 79 ഓർ എബോവ് അല്ലെങ്കിൽ 65 ഓർ എബോവ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ റിക്വയർഡ് സ്കോർ എത്രയാണെങ്കിലും അത് നേടിയെടുക്കാൻ ഒരു ഇൻഡിവിജ്വൽ ട്രെയിനർ നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളെ പഠിപ്പിച്ച് സഹായിക്കും. തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക.